സാധാരണക്കാരനെ വട്ടം കറക്കുന്ന കുഴക്കുന്ന ഉദ്യോഗസ്ഥ ധാർഷ്ട്യത്തിന്റെ വാർത്തയിലേക്കാണ്. റവന്യൂ വകുപ്പിന്റെയും KSEBിയുടെ നൂലാമാലകൾ കുടുങ്ങി പശുഫാം അടച്ചുപൂട്ടേണ്ട ഗതികേടിൽ ഇടുക്കിയിലെ ഒരു ക്ഷീരകർഷകൻ. പശുഫാമിന്റെ ആവശ്യത്തിനായി 2 വർഷം മുമ്പ് 3 ഫേസ് വൈദ്യുതി കണക്ഷൻ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല. റവന്യൂ വകുപ്പിന് NOC ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുതി കണക്ഷൻ നൽകാത്തത്. ഇരു വിഭാഗം അല്ലെങ്കിൽ ഇരു വകുപ്പുകളും ചേർന്ന് കർഷകനെ നെട്ടോട്ട് മുടിക്കുക. ബൈസൺ വാലി ജോസ്ഗിരി സ്വദേശി കുര്യനാണ് 30 പശുക്കളുള്ള ഫാം അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. പുല്ലരിയാനും ചാണകമുണക്കി പൊടിക്കുന്നതിനുള്ള യന്ത്രം പ്രവർത്തിപ്പിക്കാനും 3 ഫേസ് കണക്ഷൻ ആവശ്യമാണ്. കൃഷി ആവശ്യത്തിനുള്ള കണക്ഷൻ ആയതിനാൽ നൽകാമെന്ന് KSEB ആദ്യം പറഞ്ഞു. 40,000 രൂപ ചിലവിൽ കുര്യൻ വയറിംഗും നടത്തി. എന്നാൽ റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം സമർപ്പിച്ചാൽ മാത്രമേ കണക്ഷൻ നൽകൂ എന്നാണ് KSEBയുടെ ഇപ്പോഴത്തെ നിലപാട്. 3 ഫേസ് കണ്ടില്ലാതെ ഈ ഫാം മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പോയി അപേക്ഷിച്ചപ്പോൾ നിലവിൽ കണ്ടു തരാമെന്ന് പറഞ്ഞു. ഞാൻ മീറ്റർ താങ്ങാനുള്ള സെറ്റപ്പുകളെല്ലാം 40,000 രൂപ മുടക്കി എല്ലാ സെറ്റപ്പുകളും മീറ്ററുകളും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഈ ചാണകം ഉണങ്ങാനുള്ള മെഷീൻ ഞാനിതാ നമ്മൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കമ്പനി ഇവിടെ എത്തിക്കുന്നതുകൊണ്ട് നിലവിൽ നമുക്ക് ഇതുവരെയായിട്ട് അവർ കറണ്ട് തരാത്തതിന് കാരണം ഇവിടെ വൈസന്മാലിൽ എന്തോ 10 വർഷം മുമ്പ് ഒരു കോടതി വിധി ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 2010-ലാണ് ഇടുക്കിയിലെ 8 വില്ലേജുകളിൽ പുതിയ വൈദ്യുതി കണക്ഷന് റവന്യൂ വകുപ്പിന്റെ NOC നിർബന്ധമാക്കിയത്. പുതിയ നിർമ്മാണങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് NOC നൽകുന്നത്. പഴയ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷന് വേണ്ടിയുള്ള NOC ലഭിക്കണമെങ്കിൽ കോടതിയെ സമീപിക്കണമെന്ന് റവന്യൂ വകുപ്പ്. ഇതാണ് പശുഫാമിന് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് തടസ്സം. കാർഷിക ആവശ്യത്തിന് വേണ്ടി പോലും വൈദ്യുതി കണക്ഷൻ നൽകാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.